മൂകാംബിക ദേവിയെ കണ്ട് നന്നായി പ്രാർത്ഥിച്ച് കുഞ്ഞിൻ്റെ തുലാഭാര വഴിപാടുമൊക്കെ നടത്തിയ ശേഷം ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ഏതാണ്ട് 11:30 കൂടി തന്നെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് തിരിച്ച് പോകേണ്ടത് ബാംഗ്ലൂർക്കാണ്. ഏതാണ്ട് 7.5 മണിക്കൂറത്തെ ഡ്രൈവ് ഉണ്ട് കേട്ടോ കാറിന്. അപ്പം നമ്മൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ ആ ഒരു സ്ട്രെയിറ്റ് നമ്മൾ കാണുന്ന ആ ഓടിട്ട് ഇതാണ് നമ്മുടെ ശ്രീകോവിലിൻ്റെ ഒരു പാർട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പോയിട്ടുള്ളവർക്ക് അറിയാനായിട്ട് സാധിക്കും. ഒരു വളവാണ്, പ്രധാനമായിട്ടൊരു വളവുണ്ട് അവിടെ. അപ്പോൾ നമ്മൾ ആ വളവിൽ എത്തിയ സമയത്ത് കൃത്യമായിട്ടൊരു ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെന്തെങ്കിലും ഫംഗ്ഷനൊക്കെ നടക്കുന്ന സമയത്ത് ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു ശുഭമാണെന്നുള്ളൊരു കോൺസെപ്റ്റ് നമുക്ക് ഉണ്ടല്ലോ. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് മനസ്സും മനമൊക്കെ നിറഞ്ഞ് നമ്മൾ തിരിച്ച് പോകണം കേട്ടോ. അപ്പോൾ 2 സൈഡിലും നിറയെ ലോഡ്ജസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഒത്തിരി ടാക്സി കാറൊക്കെ ഇവിടെ ഉണ്ട്. 3 സ്റ്റാർ 4 സ്റ്റാർ 5 സ്റ്റാർ നമ്മളെ റേറ്റിനനുസരിച്ച് നമുക്ക് നോക്കിയിട്ട് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മൾ കുറച്ച് നേരത്തെ ബുക്ക് ചെയ്യണമെന്ന് മാത്രം. നമ്മൾ ലാസ്റ്റ് മിനിറ്റ് ബുക്ക് ചെയ്തത് കാരണം നമുക്ക് കുറച്ച് മാറിയിട്ടുള്ള ഹോട്ടലാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ പോകുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് ഒരു ജീപ്പ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് കൊടജാദ്രിയിലേക്ക് ട്രക്കിങ്ങിന് കൊണ്ടുപോകുന്ന ജീപ്പുകളാണ്. അങ്ങനെ ഞങ്ങൾ മലയൊക്കെ ഇങ്ങനെ ഇറങ്ങി പോകുന്ന സമയത്ത് ചെറിയൊരു ചുറ്റലും തലചുറ്റലും ഒരു വൊമിറ്റിംഗ് ഒക്കെ ചെറിയ ടെൻഡൻസി ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ചെറിയ കരിമ്പ് ജ്യൂസിൻ്റെ ഒരു കട കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കടയിൽ അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ കുറച്ച് ജ്യൂസൊക്കെ കുടിച്ച് കുഞ്ഞിനൊക്കെ മേടിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ പോകണം. അപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.